എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ടെക് സവാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി എൻ്റെ ചാനലിൽ മോട്ടിവേഷണൽ ടിപ്സും കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളത്. ഒരുപാട് സുഹൃത്തുക്കൾ നല്ല കമൻറ്റ്സ് എനിക്ക് തന്നിരുന്നു. അപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടായിരിക്കാം എൻ്റെ ചാനലിൽ മോട്ടിവേഷണൽ ടിപ്സും കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളത്. മോട്ടിവേഷണൽ ടിപ്സ് ആഡ് ചെയ്യുന്നതിന് രണ്ടുണ്ട് കാരണങ്ങൾ. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള കാരണമാണ്. കാരണം എൻ്റെ ഈ ചാനലിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനു മുമ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീഡിയോസൊക്കെ ഒരുപാട് നല്ലതാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന് ഒരുപാട് വ്യൂവേഴ്സ് ഇല്ലാത്തതെന്നുള്ളത്. അപ്പോൾ എനിക്ക് അവരോടുള്ള മറുപടിയും അതുപോലെ വീഡിയോ കാണുന്നവരോടുള്ള മറുപടിയും, എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും യൂട്യൂബ് ട്രെയിനിങ്ങും ആയിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും യൂട്യൂബ് ട്രെയിനിങ്ങും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ എൻ്റെ വീഡിയോസ് കാണുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മോട്ടിവേഷനാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണമുണ്ട് അതിനും. ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് എൻ്റെ ചാനലിൽ ചെയ്തിരുന്നൊരു വീഡിയോ, ഈ വീഡിയോയ്ക്ക് വന്നിരുന്ന റെസ്പോൺസ്, അത് കണ്ടിട്ട് ഒരുപാട് വ്യക്തികൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ കമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കി ഒരുപാട് വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്രചോദനം ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ മോട്ടിവേറ്റിംഗ് ചെയ്യുന്ന ഒരു ചാനലാക്കി കൂടാ എൻ്റെ ചാനൽ എന്നുള്ളത് ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മോട്ടിവേഷണൽ ടിപ്സും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. മോട്ടിവേഷണൽ ടിപ്സ് മാത്രമായിരിക്കില്ല എൻ്റെ ചാനലിൽ, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തകൾ ചാനലുകളിൽ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. യൂട്യൂബ് ചാനൽ ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വീഡിയോകൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളുടെ വിഷയം നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം എന്നുള്ളതാണ്. നമ്മളും പല പല പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലിക്കാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ വിത്ത് ടെക് സവാരി. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷമായി ഇരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇതിനായി ആദ്യമായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നമ്മളെല്ലാം നമ്മളുടെ ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് സന്തോഷവാന്മാരായിരുന്നു. ഇന്ന് നമ്മൾ സന്തോഷവാന്മാരല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാലും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് സന്തോഷവാന്മാരായിരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഒരുപാട് ഗെയിംസിൽ പല കളികളിൽ നമ്മൾ ഏർപ്പെട്ടിരുന്നു നമ്മുടെ സുഹൃത്തുക്കളുമായി ഒക്കെ. പക്ഷേ ഇന്ന് നമുക്കതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്കതിനൊരു സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുറച്ച് സമയം, അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ ഗെയിംസിൽ ഏർപ്പെടാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ പഴയ സന്തോഷം വീണ്ടെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ സന്തോഷം നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ സ്ട്രെസ്സിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ഗെയിംസും ആവാം നിങ്ങളാൽ കഴിയുന്ന, നിങ്ങൾക്ക് ഒരു ഔട്ട്ഡോർ ഗെയിം ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു ഇൻഡോർ ഗെയിം ആവരുത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. മീൻസ് ഒരു വീഡിയോ ഗെയിമോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഗെയിമോ. അതിൽ ആനന്ദം കിട്ടുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷം, നമ്മളുടെ കുട്ടിക്കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷം, ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും വീണ്ടെടുക്കാവുന്നതാണ്. ആദ്യത്തെ എൻ്റെ ടിപ്പ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗെയിംസിലൊക്കെ ഏർപ്പെടാൻ വേണ്ടിയുള്ള ഒരു സമയം കണ്ടെത്തുക. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ കൂട്ടണം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതിൽ സൈക്ലിംഗ് ആവാം, ജോഗിങ് ആകാം, അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ സന്തോഷവാനായിരിക്കണം. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഏത് ആക്ടിവിറ്റിയാണോ നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് നല്ലത്, അതൊരു ജിമ്മിൽ പോകുന്നതാകാം, എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ആകാം, ജോഗിങ്, അങ്ങനെ എന്തുമാകാം. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഏത് ആക്ടിവിറ്റിയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും നിങ്ങളുടെ ജീവിതത്തിനെ സന്തോഷകരമാക്കാൻ സഹായിക്കുന്നത്, അങ്ങനെ ഒരു ആക്ടിവിറ്റി കണ്ടെത്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തീരെ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഫേസ്ബുക്കിലുള്ള ബ്രൗസിങ് നമുക്ക് ചിലപ്പം വലിയ ഇഷ്ടമുണ്ടാകുന്ന കാര്യമായിരിക്കത്തില്ല, എങ്കിലും നമ്മൾ ഇടയ്ക്ക് അതിലേക്ക് വഴുതി വീഴാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം.
അങ്ങനെ കണ്ടെത്തിയ ആ കാര്യങ്ങളിൽ നിന്നും നമ്മൾ പതിയെ പടിയിറങ്ങി തുടങ്ങണം. പെട്ടെന്ന് നമുക്ക് സാധ്യമല്ല എന്നുണ്ടെങ്കിലും നമ്മൾ പതിയെ പതിയെ അതിൽ നിന്ന് പടിയിറങ്ങണം. നമുക്ക് നമ്മളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് അത് തീരെ താല്പര്യമില്ലാത്തവയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പടിയിറങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നാലാമതായി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളെല്ലാവരും പല തരത്തിലുള്ള തിരക്കുകളിലാണ് അല്ലേ? ബിസിനസ് തിരക്കുകളുണ്ടാകാം, ജോലി തിരക്കുകളുണ്ടാകാം, പഠന കാര്യങ്ങളിൽ തിരക്കുകളുണ്ടാവാം. പക്ഷേ എല്ലാ ആഴ്ചകളിലെങ്കിലും ഒരു ദിവസം നമ്മളുടെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ, ആ ആഴ്ചയിലെ എല്ലാ സ്ട്രെസ്സും പ്രഷറും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ലൊരു ഫ്രഷ് മൈൻഡിന് വേണ്ടി, നമ്മുടെ മൈൻഡിനെ റീസെറ്റ് ചെയ്യാൻ നമ്മളൊരു ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി എക്സ്പെൻസ് വരുന്ന ഒരു ബ്രേക്ക് ആകണമെന്നില്ല. പക്ഷേ നമ്മളുടെ എല്ലാ ദിവസത്തെ ആക്ടിവിറ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളുടെ മനസ്സിന് കുളിർമയേകുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഔട്ടിങ്ങിന് നമ്മൾ ഏർപ്പെടണം. അത് ഫാമിലിയായിട്ടൊരു സിനിമയ്ക്ക് പോകുന്നതാകാം, അതല്ലാന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുന്നതാകാം, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ എന്തെങ്കിലും ഒരു മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് നിങ്ങളുടെ ദിനം പ്രതിയുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമതായി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളെല്ലാവരും ഇന്ന് തിരക്കുള്ള ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടുമുള്ളവരെ പോലും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. തൊട്ട് അയൽവക്കക്കാരനാണെങ്കിൽ പോലും നമ്മളിന്ന് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയാണ് അവരോട് വിശേഷങ്ങൾ ചോദിക്കുന്നത്. ഈ ഒരു രീതി നമ്മൾ ആദ്യം മാറ്റണം. എല്ലാവരോടും ഫേസ് ടു ഫേസ് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓഫീസിലാണെങ്കിലും സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും എല്ലാവരോടും ഫേസ് ടു ഫേസ് സംസാരിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് മറ്റൊരു മീഡിയയ്ക്കും നമുക്ക് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ അയൽവക്കക്കാരനോടായെങ്കിലും നമ്മളുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എല്ലാവരോടും ഫേസ് ടു ഫേസ് ഇൻട്രാക്ട് ചെയ്യുക. അവരോട് നേരിട്ട് മുഖത്തോട് മുഖം ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ സന്തോഷിച്ച് ചിരിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്യുക. ഇത് നമ്മളുടെ സന്തോഷത്തിനും അവരുടെ സന്തോഷത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും നമ്മുടെ ചുറ്റുപാടിലുള്ള സന്തോഷവും നമുക്ക് വീണ്ടും സന്തോഷം തന്നെ നൽകുകയുള്ളൂ. ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മളിന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള നിമിഷങ്ങൾ ഒരുപാടുണ്ടാകും. വീണ്ടും ഇതുപോലെയുള്ള മോട്ടിവേഷണൽ ടിപ്സുകളുമായി കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.